അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാട്ടിൻപുറത്തുള്ള വീട്ടമ്മമാരുടെ വിശേഷങ്ങളാണ് കേട്ടോ. ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും നാട്ടുമ്പുറങ്ങളിലൊക്കെ താമസിക്കുന്ന വീട്ടമ്മമാരുടെ ഓരോ ദിവസങ്ങളും. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ചെടികളൊക്കെ നടുമായിരുന്നു കേട്ടോ. കവറിൽ തക്കാളി മുളകൊക്കെ ആക്കി പിടിപ്പിച്ചിട്ട് അതിനെ ഓരോ കുഴി കുഴിച്ചിട്ട് പിന്നെ കുഴിയിൽ നടുമായിരുന്നു. അപ്പം നിലത്ത് അങ്ങനെ പെട്ടെന്ന് നടുമ്പോൾ അങ്ങനെ പിടിക്കണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോ കവറിൽ മണ്ണും ചാണകപ്പൊടിയൊക്കെ നിറച്ചിട്ട് അതിൽ ചെടികൾ പിടിപ്പിച്ചിട്ട് പിന്നെ ഇങ്ങനെ നടുകയാണ്. അപ്പം ഞാൻ തന്നെ എന്നെ കൊണ്ട് പറ്റണ പോലെ ചെറിയ ചെറിയ കുഴികളൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കണേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉച്ചയ്ക്ക് കറി വയ്ക്കാനുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ അരിയായിരുന്നു രാവിലെ. ഉപ്പേരിക്കുള്ള കൂർക്കപ്പണി കുറച്ച് ബുദ്ധിമുട്ടുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് പിന്നെ അതിന് ശേഷം കുറച്ച് കുടിവെള്ളം ഉണ്ടാക്കുക. അരി അടുപ്പത്ത് ചോറായിട്ട് അടുപ്പിലാണ് കേട്ടോ കുടിവെള്ളം ഉണ്ടാക്കണത്. അപ്പോൾ കുടിവെള്ളപ്പൊടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടുമുറ്റത്ത് ഞാനിതുപോലെ കവറിലൊക്കെ നട്ട് പിടിപ്പിച്ച് പിന്നെ നിലത്തന്നെ പിടിപ്പിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. പനിക്കൂർക്കയും തുളസിയൊക്കെ. ഞങ്ങളിവിടെ പുതിയ താമസം തുടങ്ങിയിട്ട് 6-7 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്തിൻ്റെ ഉള്ളിൽ പിടിപ്പിച്ച ചെറിയ ചെറിയ ചെടികളാണ്. അപ്പോൾ തുളസിയിൽ നിന്ന് ഒരു 5-6 ഇലയും പിന്നെ പനിക്കൂർക്കയിൽ നിന്നും കുറച്ച് ഇലയൊക്കെ പറിച്ച് അടുപ്പിലാണ് കേട്ടോ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചത്. അപ്പോൾ അതിലിട്ട് തിളപ്പിച്ച് ഇലയൊക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് അങ്ങനെ തിളപ്പിച്ചെടുത്തു. പിന്നെ തിളപ്പിച്ച വെള്ളം ഒന്ന് തണുപ്പിച്ചിട്ട് ഒരു മൺകലത്തിൽ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ മൺകലത്തിൽ തിളപ്പിച്ച വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാൽ ആ വെള്ളത്തിന് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റും നല്ല തണുപ്പും ഒക്കെ കിട്ടും. ഇപ്പോൾ ഇനി വേനൽക്കാലമല്ലേ, അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെ ഇരിക്കും ഇതുപോലെ മൺകലത്തിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുടിക്കുമ്പോൾ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ മൺകലത്തിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് വെക്കണത്. പിന്നെ ഉച്ചയ്ക്ക് മോരുകറിയും കൂർക്ക മെഴുക്ക് വരട്ടിയും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. കണ്ണന് ഇലയിൽ ചോറ് വേണം പറഞ്ഞിട്ട് ഇലയിലാണ് കേട്ടോ വിളമ്പി വെച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. 1K ആവാനൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.